മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ രാഗം തിയേറ്റർ നടത്തിപ്പുകാരനെയും ഡ്രൈവറെയും ആക്രമിച്ച സംഭവത്തിൽ കൊട്ടേഷൻ സംഘം പിടിയിലായിരിക്കുകയാണ്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഇപ്പോൾ ഈ കൊട്ടേഷൻ സംഘം ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. എത്ര പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? 6 പേരടങ്ങുന്ന സംഘമാണ് ഈ കൊട്ടേഷന് പിന്നിലെന്നാണ് ലഭിക്കുന്ന സൂചന. ഇതിലിപ്പോൾ 5 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഈ കസ്റ്റഡിയിലുള്ള ഈ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾക്ക് വിശദാംശങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. പ്രാഥമികമായി പോലീസിന് ലഭിച്ച വിധം സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ നൽകാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ കണ്ടെത്തൽ. ഇതിൽ ഒല്ലൂർ സ്വദേശി സിജോ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് ഈ കൊട്ടേഷൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആ ആക്രമിക്കുന്ന സമയം 4 ദിവസം മുൻപാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരനായിട്ടുള്ള സുനിലും അദ്ദേഹത്തിന്റെ ഡ്രൈവറെയും ഈ സുനിലിന്റെ വെളപ്പായുള്ള വീടിന് മുൻപിൽ വെച്ചാണ് ഗേറ്റ് തുറക്കുന്നതിനിടെ കാറിലെത്തിയ അക്രമി സംഘം വെട്ടി പരിക്കേൽപ്പിച്ചത്. സുനിലിന് കാലിന് സാരമായി വെട്ടേറ്റിരുന്നു, അതുപോലെ തന്നെ ഡ്രൈവർക്ക് കയ്യിലും വെട്ടേറ്റിരുന്നു. പിന്നീട് പോലീസ് വ്യാപകമായ അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടെ ഈ അക്രമികളിൽ ഒരാൾ ഈ സുനിലിന്റെ കാറിന്റെ ഗ്ലാസ് ഡോറിന്റെ ചില്ല് തകർക്കാൻ ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കട കണ്ടെത്തിയിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്ത നൽകിയിരുന്നു. തൃശൂർ കുറുപ്പംകൂടിലുള്ള AMS ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഈ ചുറ്റിക വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തിയത്. ആ ചുറ്റികയുടെ പിടിയിലുള്ള സ്റ്റിക്കറിലെ കോഡ് നമ്പർ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഈ കടയിലേക്കൊക്കെ എത്തിയത്. ആ കടയിൽ നിന്നും ഈ ചുറ്റിക വാങ്ങിയ ആളുടെ CCTV ദൃശ്യങ്ങൾ, വ്യക്തമായ നിർണായക CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. അതുവഴിയൊക്കെയുള്ള ഒരു ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് ഈ പ്രതികളെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. എന്തായാലും ഒല്ലൂർ സ്വദേശിയായുള്ള സിജോ എന്ന ആളാണ് ഈ കൊട്ടേഷൻ നൽകിയത്, ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തത്, നടപ്പിലാക്കിയത് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൽ 2 പേർ ഇപ്പോൾ നിലവിൽ മുളങ്ങുന്ന മെഡിക്കൽ കോളേജ് പോലീസിലുണ്ട്. 3 പേർ മറ്റൊരു കേന്ദ്രത്തിലുമുണ്ട്. സിറ്റി കമ്മീഷണറുടെ സാഗോക്ക് ടീമും അതുപോലെ മെഡിക്കൽ കോളേജ് പോലീസുമാണ് ഈ കേസ് സംയുക്തമായി അന്വേഷിച്ചിരുന്നത്. ഇനി ഒരാളെ കൂടി കിട്ടാനുണ്ട് എന്നുള്ളൊരു സൂചന കൂടി വരുന്നുണ്ട്. ഈ ആക്രമിക്കുന്ന സമയത്ത് 2 ഇന്നോവ കാറുകളിലായി 6 പേരാണ് ഈ ആക്രമണത്തിന് അവിടേക്ക് എത്തിയതെന്ന് പറയുന്നത്. പക്ഷേ ഒരു വാഹനത്തിൽ എത്തിയതെന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിലൊക്കെ പുറത്തു വന്നിരുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ 3 പേരാണ് ഇത്തരത്തിൽ ഈ സുനിലിനെയും ഡ്രൈവറെയും ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വന്നത്. അതിനുശേഷം ഈ 3 പേരും ഓടിപ്പോകുന്നത് ഉൾപ്പെടെയുള്ള CCTV ദൃശ്യങ്ങൾ അന്ന് തന്നെ പുറത്ത് വന്നിരുന്നു. പക്ഷേ അക്രമി സംഘത്തിൽ 6 പേരുണ്ട് എന്നുള്ളൊരു സൂചനയാണ്. അതിലിപ്പോൾ 5 പേരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നതിന്റെ വ്യക്തമായ ചിത്രം ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. എന്തുതരം സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിലേക്ക് എത്തിച്ചത്, എന്നാൽ സുനിലിനെ കൊലപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആക്രമണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ വിശദമായി ചോദിച്ചറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 5 പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ സിറ്റി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ദീപ്തി. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.